നിങ്ങൾക്ക് ഒരു പുതിയ മാക്ബുക്ക് ലഭിച്ചിട്ടേ ഉള്ളൂ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ കസ്റ്റമൈസേഷൻ മുതൽ ഒപ്റ്റിമൈസേഷൻ വരെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ കൂടാതെ ഒരു രസകരമായ ഫീച്ചറുകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ ഒരു പുതിയ മാക് സെറ്റപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ആദ്യം ചെയ്യേണ്ട കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. മാക്കിൻ്റെ പേര് മാറ്റൽ. ആദ്യമായി ചെയ്യേണ്ടത് സിസ്റ്റം സെറ്റിംഗ്സ് വന്ന് ജനറൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എബൌട്ട് എന്നതിൽ ടാപ്പ് ചെയ്യുക. കാരണം ഇവിടെ നെയിം എന്ന് കാണിക്കുന്നിടത്ത് നിങ്ങൾ മാക്ബുക്ക് എയറിന് പുതിയൊരു പേര് നൽകാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ എത്രത്തോളം ക്രിയേറ്റീവ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ക്രിയേറ്റീവ് ആക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും നൽകാം. എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ മറ്റ് ഡിവൈസുകളുമായി കണക്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കെല്ലാം ഈ പേര് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ സെറ്റിങ്സിൽ തന്നെ നിങ്ങൾക്ക് മാക്ബുക്കിൽ എങ്ങനെ ഏറ്റവും മികച്ച ബാറ്ററി ലൈഫ് ലഭിക്കുമെന്ന് നോക്കാം. ബാറ്ററി ഒപ്റ്റിമൈസേഷൻ. ആദ്യം ഇവിടെ ബാറ്ററി സെക്ഷനിലേക്ക് വരിക. എന്നിട്ട് വലതുവശത്തുള്ള ഇൻഫോർമേഷൻ ബട്ടണിൽ അല്ലെങ്കിൽ ചാർജിങ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ടാപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒപ്റ്റിമൈസ്ഡ് ബാറ്ററി ചാർജിങ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇത് എപ്പോഴും ഓൺ ചെയ്ത് ഇടാൻ ഞാൻ നിർദ്ദേശിക്കുന്നു. ഇത് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ചാർജിങ് ലിമിറ്റ്. അതിനുശേഷം ചാർജിങ് ലിമിറ്റ് 90% അല്ലെങ്കിൽ 80% സെറ്റ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. തീർച്ചയായും ദിവസേനയുള്ള ഉപയോഗത്തിൽ അല്പം കുറവ് ബാറ്ററി ലൈഫ് മാത്രമേ നൽകൂ എന്നതിനാൽ ചാർജ് ബുദ്ധിമുട്ടായി തോന്നും. എങ്കിലും കാലക്രമേണ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ബാറ്ററി ഹെൽത്ത് ദീർഘകാലം നിലനിർത്താൻ ഇത് വലിയൊരു മാറ്റമുണ്ടാക്കും. അതുകൊണ്ട് ദിവസാവസാനം നിങ്ങളുടെ മാക്കിൽ ആവശ്യത്തിന് ബാറ്ററി ബാക്കി ഉണ്ടാകാറുണ്ടെങ്കിൽ ചാർജിങ് ലിമിറ്റ് കുറഞ്ഞത് 90% എങ്കിലും ആക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു. നിങ്ങളുടെ മാക്ബുക്കിൻ്റെ ബാറ്ററി ലൈഫ് ശരിക്കും കൂട്ടണമെങ്കിൽ നിങ്ങളിവിടെ താഴെയുള്ള നോട്ടിഫിക്കേഷൻസ് എന്നതിൽ വന്ന് ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻസ് എന്നതിലേക്ക് സ്ക്രോൾ ചെയ്യണം. കാരണം നിങ്ങളുടെ മാക്കിലേക്ക് നോട്ടിഫിക്കേഷൻസുകൾ അയക്കാൻ കഴിയുന്ന എല്ലാ ആപ്പുകളുടെയും ലിസ്റ്റ് ഇവിടെ കാണാം. ഈ ആപ്പുകളെല്ലാം ഇൻ്റർനെറ്റുമായി കണക്റ്റ് ആയിരിക്കുകയും ബാക്ക്ഗ്രൗണ്ടിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് വലിയ തോതിൽ ബാറ്ററി ഉപയോഗത്തിന് കാരണമാകും. അതുകൊണ്ട് നിങ്ങളുടെ ഫോണോ മെസ്സേജിംഗ് ആപ്പുകളോ പോലെ നോട്ടിഫിക്കേഷൻസ് അത്യന്താപേക്ഷിതമായ ചില പ്രധാന ആപ്പുകൾ മാത്രം ലിസ്റ്റ് ചെയ്ത് ബാക്കിയുള്ളവയെല്ലാം ഓഫ് ചെയ്യുക. അതിനായി എന്തെങ്കിലും ആപ്പിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ കാണുന്ന അലൗ നോട്ടിഫിക്കേഷൻസ് എന്നത് ഓഫ് ചെയ്യുക. ബാറ്ററി ലൈഫ് ലാഭിക്കാനുള്ള മറ്റൊരു മികച്ച വഴി താഴെയുള്ള പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നതിൽ വന്ന് ലൊക്കേഷൻ സർവീസസ് ക്ലിക്ക് ചെയ്യുക എന്നതാണ്. ഈ ലിസ്റ്റിൽ എത്രത്തോളം കുറവ് ആപ്പുകളുണ്ടോ അത്രത്തോളം കൂടുതൽ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ലഭിക്കും. സാധാരണയായി മിക്ക ആപ്പുകളും ഇത് ഡിഫോൾട്ടായി ഓൺ ചെയ്ത് വയ്ക്കാറുണ്ട്. അതുകൊണ്ട് വെതർ പോലുള്ള പ്രധാനപ്പെട്ട ആപ്പുകൾ ഒഴികെ മറ്റുള്ളവയ്ക്കൊന്നും എപ്പോഴും നിങ്ങളുടെ ലൊക്കേഷൻ അറിയേണ്ട ആവശ്യമില്ല. സെറ്റിംഗ്സിൽ മുകളിലേക്ക് പോയി ബ്ലൂടൂത്ത് ഓഫ് ചെയ്യുക. കാരണം ഭൂരിഭാഗം സമയത്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ബ്ലൂടൂത്ത് ഓൺ ആയിരിക്കേണ്ട ആവശ്യമില്ല. ബ്ലൂടൂത്ത് മൗസോ എയർപോഡ്സോ കണക്ട് ചെയ്യാനില്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം ചിലപ്പോൾ ആകെ ബാറ്ററി ലൈഫിൻ്റെ 10% ബ്ലൂടൂത്ത് ഓൺ ആയിരിക്കുന്നത് കൊണ്ട് മാത്രം തീർന്നു പോയേക്കാം. ബാറ്ററി ലാഭിക്കാനുള്ള മറ്റൊരു നല്ല ടിപ്പ് ഇവിടെ താഴെയുള്ള ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിറി എന്നതിൽ വന്ന് ലിസൺ ഫോർ എന്ന് ഓഫ് ചെയ്യുക എന്നതാണ്. കമ്പ്യൂട്ടർ എപ്പോഴും നിങ്ങളുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൈവസിക്കും നല്ലതല്ല, ബാറ്ററി ലൈഫും നല്ലതല്ല. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ സെറ്റിംഗ്സിലെ ആപ്പിൾ ഇൻ്റലിജൻസ് സെക്ഷനിൽ ആയതുകൊണ്ട് നിങ്ങൾ ഇത് ഇവിടെ വെച്ച് ഓൺ ചെയ്യാൻ ഞാൻ നിർദ്ദേശിക്കുന്നു. മാക്കിലെ പുതിയ AI ഫീച്ചറുകളിൽ പലതും പ്രവർത്തിക്കാൻ ആപ്പിൾ ഇൻ്റലിജൻസ് ഓൺ ആയിരിക്കണം. തീർച്ചയായും ഇത് കുറച്ചുകൂടി ബാറ്ററി ഉപയോഗിക്കുമെങ്കിലും നമ്മൾ നേരത്തെ ചെയ്ത മാറ്റങ്ങൾ കാരണം അത് അത്ര വലിയ വ്യത്യാസമായി തോന്നില്ല. മാത്രമല്ല ഇത് നിങ്ങൾക്ക് ഒരുപാട് രസകരമായ ഫീച്ചറുകൾ നൽകുകയും ചെയ്യും.
താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാനാകുന്നത് പോലെ ഇവിടെ ഒരു ChatGPT എക്സ്റ്റൻഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. ഇത് ഓൺ ചെയ്യുന്നതിലൂടെ ChatGPTയുടെ സഹായത്തോടെ സിരിയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താം. ഇത് സിരിയുടെയും ChatGPTയുടെയും കഴിവുകളെ ഒന്നിച്ചു ചേർക്കുന്നു. ട്രാക്ക് പാഡിൽ 3 വിരലുകൾ ഉപയോഗിച്ച് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മിഷൻ കൺട്രോൾ ആക്സസ് ചെയ്യാം. അവിടെ തുറന്നിരിക്കുന്ന എല്ലാ ആപ്പുകളും കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാൻ സെറ്റിംഗ്സും ആപ്പ് സ്റ്റോറും ഓൺ ചെയ്ത ശേഷം 3 വിരലുകൾ കൊണ്ട് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ എനിക്ക് ആ 2 ആപ്പുകൾ കാണാം. ഒപ്പം എൻ്റെ ഒന്നിലധികം ഡെസ്ക്ടോപ്പുകളും കാണാൻ സാധിക്കും. ഇവിടെ വലതുവശത്ത് ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയൊരു ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ട്രാക്ക് പാഡിൽ 3 വിരലുകൾ കൊണ്ട് വശങ്ങളിലേക്ക് സ്വൈപ്പ് ചെയ്ത് ഡെസ്ക്ടോപ്പുകൾക്കിടയിലൂടെ നാവിഗേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരേ സമയം 2 ആപ്പുകൾ ഉപയോഗിക്കണമെങ്കിൽ ഒരു ആപ്പ് വലതുവശത്തേക്കും രണ്ടാമത്തെ ആപ്പ് ഇടതുവശത്തേക്കും ഡ്രാഗ് ചെയ്യുക. ഇത് കുറച്ചുകൂടി എളുപ്പമാക്കണമെങ്കിൽ മുകളിൽ ഇടതുവശത്തുള്ള പച്ച ഡോട്ടിന് നേരെ വന്ന് അതിൻ്റെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ ടാപ്പ് ചെയ്താൽ മതി. ഇത് 2 ആപ്പുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. നിങ്ങൾക്ക് ഒരേ സമയം 3-4 ആപ്പുകൾ വരെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വയ്ക്കാം. ഉദാഹരണത്തിന് ഫൈൻഡർ ഒരു പുതിയ ടാബ് തുറക്കാം. ഈ പച്ച ഡോട്ടിൽ വന്ന് ഇവിടെ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ 4 ആപ്പുകളും ഒരേ സമയം കൃത്യമായി അറേഞ്ച് ചെയ്ത് സ്ക്രീനിൽ വരും. പലർക്കും അറിയാത്ത മറ്റൊരു കാര്യം, ഈ പച്ച ഡോട്ടിൽ കർസർ വെച്ച ശേഷം കീബോർഡിലെ ഓപ്ഷൻ കീ അമർത്തിയാൽ നിങ്ങൾക്ക് കൂടുതൽ കസ്റ്റമൈസേഷൻ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ആപ്പിന് മുകളിൽ ഇടതുവശത്തെ കോർണറിലേക്ക് കൃത്യമായി സെറ്റ് ചെയ്യാൻ പറ്റും. സ്ക്രീൻ ഒരുപാട് തിരക്കേറിയതാകുമ്പോൾ മിഷൻ കൺട്രോളിലേക്ക് സ്വൈപ്പ് ചെയ്ത് എന്തെങ്കിലും ഒരു ആപ്പിനെ മറ്റൊരു ഡെസ്ക്ടോപ്പിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. മിക്കവർക്കും മാക്കിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ട്രാക്ക് പാഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ 2 വിരലുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നാണ്. വിൻഡോസ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ശീലിച്ചവർക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടായി തോന്നും. നിങ്ങൾക്ക് മാക്കിൽ ഇത് മാറ്റാൻ വളരെ ലളിതമായ ഒരു വഴിയുണ്ട്. അതിനായി സെറ്റിംഗ്സ് പേജിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് ട്രാക്ക് പാഡ് എന്ന ഓപ്ഷനിൽ വരിക. എന്നിട്ട് ഇവിടെ സെക്കൻഡറി ക്ലിക്ക് എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് വിത്ത് 2 ഫിംഗേഴ്സ് എന്നതിന് പകരം ക്ലിക്ക് ഇൻ ബോട്ടം റൈറ്റ് കോർണർ എന്ന് മാറ്റുക. ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. സെറ്റിംഗ്സിലെ വാൾപേപ്പർ സെക്ഷനിലേക്ക് പോയാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന വാൾപേപ്പറുകളുടെ വലിയൊരു ലിസ്റ്റ് തന്നെ കാണാം. ആപ്പിളിൻ്റെ ഒഫീഷ്യലായ മികച്ച റെസൊല്യൂഷനുള്ള ഒരുപാട് വാൾപേപ്പറുകൾ ഇവിടെയുണ്ട്. വാൾപേപ്പറുകൾ മാറ്റാൻ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങളുടെ സ്വന്തം ഫോട്ടോയായി വാൾപേപ്പർ ആക്കേണ്ടതിൽ ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ള ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടെ അപ്പിയറൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ലൈറ്റ് മോഡും ഡാർക്ക് മോഡും മാറ്റാൻ പറ്റും. ഇതിന് തൊട്ട് താഴെ ലിക്വിഡ് ഗ്ലാസ് ഡിസേബിൾ ചെയ്യാനും ഐക്കണുകളുടെയും വിഡ്ജറ്റുകളുടെയും സ്റ്റൈൽ മാറ്റാനുമുള്ള ഓപ്ഷൻസ് ലഭ്യമാണ്. ഡെസ്ക്ടോപ്പിൽ ഒരുപാട് ഫയലുകൾ വന്ന് ചീത്തയാകാതിരിക്കാൻ ആപ്പിൾ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനായി ട്രാക്ക് പാഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് യൂസ് ടാഗ്സ് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഉടൻ തന്നെ ഫയലുകളെല്ലാം തനിയെ ഫോൾഡറുകളായി തിരിഞ്ഞ് വൃത്തിയായി മാറും. ഹോം സ്ക്രീനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സോർട്ട് എന്നതിൽ പോയി സ്നാപ്പ് ടു ഗ്രിഡ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇനി ഫയലുകളെല്ലാം തനിയെ കൃത്യമായി അറേഞ്ച് ചെയ്യപ്പെടുന്നു. ഡെസ്ക്ടോപ്പുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് വിഡ്ജറ്റ്സ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് വിഡ്ജറ്റുകൾ ഡെസ്ക്ടോപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. സെറ്റിംഗ്സിൽ ജനറൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നാൽ ലോഗിൻ ഐറ്റംസ് ആൻഡ് എക്സ്റ്റൻഷൻസ് കാണാം. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ആപ്പുകൾ തനിയെ ഓപ്പൺ ആകുന്നത് തടയാൻ തനിയെ ഓപ്പൺ ആകേണ്ടാത്ത ആപ്പ് സെലക്ട് ചെയ്ത് താഴെയുള്ള മൈനസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി താഴെയുള്ള ഡെസ്ക്ടോപ്പ് ആൻഡ് ഡോക്ക് എന്നതിലേക്ക് പോയാൽ താഴെയുള്ള ഡോക്ക് സൈസ് മാറ്റാം. മാഗ്നിഫിക്കേഷൻ ഓൺ ചെയ്യാനും സാധിക്കും. ഈ ഡെസ്ക്ടോപ്പ് ആൻഡ് ഡോക്ക് സെറ്റിംഗ്സിൽ തന്നെ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്താൽ
ഹോട്ട് കോർണേഴ്സ് കാണാം. ഇത് ക്ലിക്ക് ചെയ്താൽ ഡിസ്പ്ലേയുടെ ഓരോ കോർണറിലേക്കും കർസർ കൊണ്ടുപോകുമ്പോൾ ചെയ്യേണ്ട ചില ക്വിക്ക് ആക്ഷനുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാൻ താഴെ ഇടതുവശത്ത് സ്റ്റാർട്ട് സ്ക്രീൻ സേവറും താഴെ വലതുവശത്ത് ഒരു ക്വിക്ക് നോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കർസർ താഴെ ഇടതുവശത്തേക്ക് കൊണ്ടുപോയാൽ തന്നെ സ്ക്രീൻ സേവർ ഓൺ ആകും. ഇനി നിങ്ങൾ ഷോർട്ട് കട്ട്സ് ആപ്പ് ഓൺ ചെയ്യുക. അതിനായി കമാൻഡ് + സ്പേസ് ബാർ അമർത്തി സ്പോട്ട്ലൈറ്റ് ഓൺ ചെയ്ത് ഷോർട്ട് കട്ട്സ് എന്ന് ടൈപ്പ് ചെയ്യുക. പുതിയൊരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാൻ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. വലതുവശത്ത് വന്ന് ഓപ്പൺ ആപ്പ് എന്നത് സെലക്ട് ചെയ്ത് മെയിൻ ഫ്രെയിമിലേക്ക് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു ആപ്പ് തിരഞ്ഞെടുക്കുക, ഉദാഹരണം ആപ്പ് സ്റ്റോർ. എന്നിട്ട് ഇൻഫോർമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആഡ് എ കീബോർഡ് ഷോർട്ട് കട്ട് എന്ന് സെലക്ട് ചെയ്ത് Ctrl+Option+A പോലുള്ള ഒരു കീ കോമ്പിനേഷൻ നൽകുക. ഇനി എളുപ്പത്തിൽ ആ ആപ്പ് ഓപ്പൺ ചെയ്യാം. കൂടാതെ ഒരേ സമയം എല്ലാ ഫൈൻഡർ ടാബുകളും ക്ലോസ് ചെയ്യാനുള്ള പ്ലസ് ക്ലിക്ക് ചെയ്യുക. സെർച്ച് ആക്ഷൻസിൽ റൺ എന്ന് ടൈപ്പ് ചെയ്ത് റൺ ആപ്പിൾ സ്ക്രിപ്റ്റ് എന്ന് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് അവിടെ യുവർ സ്ക്രിപ്റ്റ് ഗോസ് ഹിയർ എന്ന് എഴുതിയിരിക്കുന്നത് ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്ത് ആവശ്യമായ സ്ക്രിപ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഇതിനായി ഒരു കീബോർഡ് ഷോർട്ട് കട്ടും സെറ്റ് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ ചെയ്ത് അതേ ക്രമീകരണം നിങ്ങൾ ഫൈൻഡറിലും ചെയ്യാൻ കഴിയും എന്നതാണ്. ഇതിനായി വ്യൂ എന്നതിലേക്ക് വന്ന് സോർട്ട് ബൈ ടാപ്പ് ചെയ്യുക. ശേഷം സ്നാപ്പ് ടു ഗ്രിഡ് തിരഞ്ഞെടുക്കുക. തുടർന്ന് എല്ലാം തിരഞ്ഞെടുത്തത് അല്പം മാറ്റി വയ്ക്കുക. അപ്പോൾ എല്ലാം നേരെയും ക്രമമായും ഇരിക്കുന്നത് നിങ്ങൾ കാണാം. ഐഫോൺ ക്യാമറയായി ഉപയോഗിക്കാം. നിങ്ങൾ ഫേസ് ടൈം ആപ്പിലോ ക്യാമറ ഉപയോഗിക്കുന്ന മറ്റേതെങ്കിലും ആപ്പിലോ വന്നാൽ നിങ്ങളുടെ മാക്ബുക്കിലെ ക്യാമറയാകും ഡിഫോൾട്ടായി തുറന്നു വരിക. എന്നാൽ നിങ്ങളുടെ ഐഫോൺ അടുത്തു വരികയാണെങ്കിൽ അത് ലോക്ക് ചെയ്തിരുന്നാലും നിങ്ങൾ വീഡിയോയിൽ ടാപ്പ് ചെയ്യാം. തുടർന്ന് അവിടെ കാണിക്കുന്ന നിങ്ങളുടെ ഐഫോണിൽ ടാപ്പ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോൺ ക്യാമറയുമായി ഉപയോഗിക്കാൻ സാധിക്കും. എനിക്കിത് ചലിപ്പിക്കാൻ കഴിയും. ഞാനിപ്പോൾ എൻ്റെ ഐഫോൺ ഉപയോഗിച്ചാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ പിൻഭാഗം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊരിക്കലും സാധ്യമാകാൻ പാടില്ലാത്ത ഒരു മായാജാലം പോലെയാണ് തോന്നുന്നത്. നിങ്ങളുടെ കോളുകളിൽ വളരെ മികച്ച വീഡിയോ ക്വാളിറ്റി ലഭിക്കാനോ അല്ലെങ്കിൽ കോൾ ചെയ്യുമ്പോൾ നടക്കാനോ നിങ്ങൾക്ക് സാധിക്കും. കോൾ കട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ 2 ക്യാമറകൾക്കിടയിൽ മാറാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. എൻ്റെ കൈയുടെ ചലനങ്ങളും സ്ക്രീനിൽ കാണിക്കുന്ന ചലനങ്ങളും തമ്മിലുള്ള കാലതാമസം ലേറ്റൻസി വളരെ ചെറുതാണ്. ഐഫോണിലെ സമാനമായ മറ്റൊരു ഫീച്ചർ നോക്കാം, ഹാൻഡ് ഓഫ്. നിങ്ങൾ ഈ ഉപകരണങ്ങളിൽ എന്തെങ്കിലും ബ്രൗസ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ഉപകരണത്തിൽ ഒരു ചെറിയ വീഡിയോ കാണാൻ സാധിക്കും. അവിടെ നിന്നും നിർത്തിയ ഭാഗം മുതൽ നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയും. നിങ്ങൾ ഒരു ലേഖനം വായിക്കുകയാണെങ്കിൽ വീട്ടിലെത്തുമ്പോൾ നിങ്ങളുടെ മാക്കിൽ അത് തുറന്ന് വായന തുടരാവുന്നതാണ്. യൂണിവേഴ്സൽ ക്ലിപ്പ്ബോർഡ്. ഐഫോൺ മാക് ഫീച്ചറുകളിൽ കൂട്ടത്തിലെ ഏറ്റവും മികച്ചത് എന്തെന്നാൽ ഐഫോണിൽ നിങ്ങൾ എന്തെങ്കിലും കോപ്പി ചെയ്താൽ അതൊരു ടെക്സ്റ്റോ ചിത്രമോ രേഖയോ ആകട്ടെ നിങ്ങൾ അത് മാക്കിൽ പേസ്റ്റ് ചെയ്യാൻ കഴിയും എന്നതാണ്. നമുക്ക് ഇവിടെയുള്ള ടെക്സ്റ്റ് മായ്ച്ചു കളയാം. തുടർന്ന് Command+V അമർത്തുമ്പോൾ ഞാൻ ഐഫോണിൽ കോപ്പി ചെയ്ത ടെക്സ്റ്റ് പേസ്റ്റ് ആകുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഇത് ഐഫോണിൽ കോപ്പി ചെയ്യാൻ കഴിയുമെങ്കിൽ മാക്കിൽ പേസ്റ്റ് ചെയ്യാനും കഴിയും. നിങ്ങളുടെ മാക്ബുക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്കുറപ്പുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ ഇടുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു സോ മച്ച് and please do support this channel.